ശാരീരിക വെല്ലുവിളി അവഗണിച്ച് 360 ബാലസാഹിത്യങ്ങളടക്കം 2740ഓളം പുസ്തകങ്ങൾ വായിക്കുകയും ഈ പുസ്തകങ്ങളുടെ എല്ലാം കുറിപ്പുകൾ എഴുതി സൂക്ഷിച്ച കാസർഗോട്ടുകാരി. പറഞ്ഞു വരുന്നത് സ്പൈനൽ മസ്കുലാർ അട്രോഫി ശരീരം തളർത്തിയെങ്കിലും ജീവിതം പോരാട്ടമാക്കിയ 48കാരി സരിതയെക്കുറിച്ചാണ്. സതി ക്ഷമിക്കണം. കൊടക്കാട് പൊള്ളപ്പൊയിലെ MV സതി ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല സ്ത്രീ ശക്തി പുരസ്കാരം ലഭിച്ചതോടെ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ്. കുഞ്ഞു വാഴ കയ്യിലൊരു കുഞ്ഞനെണ്ണാൻ വന്നിരിപ്പോ, കുഞ്ഞു വാല് കിക്കിലക്കം ആടി ആടി പാടിടുന്നു. 4ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ സതിക്ക് അച്ഛനായിരുന്നു ഓരോ പുസ്തകങ്ങളും പരിചയപ്പെടുത്തിയത്. ആദ്യം ചെറു കഥാപുസ്തകങ്ങളിലൂടെ തുടങ്ങിയ വായന പിന്നീട് വിശാലമായ വായനാലോകം കീഴടക്കി. പിന്നീട് വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് ചെറുകുറിപ്പുകൾ എഴുതാൻ തുടങ്ങി, അക്ഷരങ്ങളെ പ്രണയിച്ചു. ഞാൻ 4ാം ക്ലാസ് വരെ മാത്രമാണ് പഠിച്ചത്. അപ്പോൾ പിന്നീട് തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് വീടിനടുത്തുള്ള ബാലകരളി ഗ്രന്ഥാലയത്തിൽ അച്ഛൻ മെമ്പർഷിപ്പ് എടുത്ത് തരുന്നത്. ഞാൻ ആദ്യകാലത്തൊക്കെ എനിക്ക് കുറിപ്പെഴുതാൻ വളരെ മടിയായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഒരു നിർബന്ധം കൊണ്ട് മാത്രമാണ് കുറിപ്പെഴുതുന്ന ആ ശീലം തുടങ്ങിയത്. ജസ്റ്റ് പുസ്തകത്തിൻ്റെ പേര് അതുപോലെ തന്നെ എഴുതിയ ആളുടെ പേര് അത്രമാത്രമേ എഴുതാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം പുസ്തകങ്ങളുടെ വിശദമായ ഒരു കുറിപ്പന്നെ എഴുതാറുണ്ട്. 2021 സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ഭിന്നശേഷിക്കാർക്കുള്ള മികച്ച സർഗാത്മ വ്യക്തിത്വ നാഷണൽ അവാർഡും 2025 കേരള വനിതാ കമ്മീഷന്റെ സ്ത്രീശക്തി പുരസ്കാരവും തേടിയെത്തിയത്. സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിനായി വിവിധങ്ങളായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും സതി പങ്കാളിയാവുന്നുണ്ട്. ആദ്യ കഥകളാണ് എഴുതി വന്നത്. അങ്ങനെ ആദ്യത്തെ കഥ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ 75ാം വാർഷിക സോവനിയറിലാണ് പ്രസിദ്ധീകരിച്ചത്. ഫസ്റ്റ് ആകാശവാണിയിൽ കഥകളും കവിതകളൊക്കെ വന്നിട്ടുണ്ട്. രോഗം വരിഞ്ഞു മുറുകുമ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതല്ല, സമൂഹത്തിനു മുന്നിൽ തങ്ങളുടേതായ ഐഡന്റിറ്റി ഉണ്ടാക്കണമെന്നാണ് സതിയുടെ പക്ഷം. മാതൃക എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ മനസ്സാണ്, നമ്മുടെ ശക്തി. അതായത് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമ്മുടെ മനസ്സ് വിചാരിച്ചാൽ പറ്റും. നല്ല ആത്മവിശ്വാസമുള്ള ഒരു ഉറച്ചൊരു മനസ്സും നമ്മൾക്ക് മുന്നേറാനുള്ള ഒരു പ്രചോദനമാണ്. പുസ്തകങ്ങളാണ് സതിക്ക് എന്നും കൂട്ട്. ശരീരം തളർന്നിട്ടും മനസ്സ് പതറാതെ സ്ത്രീ സമൂഹത്തിന് തന്നെ സതി പ്രചോദനമാകുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.